യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 39-40 വചനങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത, കർത്താവെ, നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നും ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 39-40 വചനങ്ങൾ. യേശു മരിച്ച ലാസറിനെ ഉയർപ്പിച്ച സംഭവം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. യേശു കല്ലുരുട്ടി മാറ്റുവീൻ എന്ന് പറഞ്ഞപ്പോൾ മാർത്ത യേശുവിനോട് നാറ്റം വെച്ച് തുടങ്ങി, മരിച്ചിട്ട് 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. ഒരുപക്ഷെ മരിച്ച് നാറ്റം വെച്ച അവസ്ഥയിൽ യേശുവിന് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് അവൾ കരുതി കാണും. മരിച്ചവൻ ഉയർത്തെഴുന്നേൽക്കാൻ കർത്താവ് ആദ്യം പറഞ്ഞത് കല്ല് നീക്കുവിൻ എന്നാണ്. ഇന്ന് മനുഷ്യരുടെ ഹൃദയം പല പാപങ്ങളാൽ കല്ലുപോലെയുള്ള അവസ്ഥയിലാണ്. ഈ കല്ലിനെ ഒന്നും നീക്കിക്കളവാൻ ആരും ശ്രമിക്കുന്നില്ല. ഹൃദയം പാപമായ കല്ലിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ആത്മാവ് മരിച്ച അവസ്ഥയിലായിരിക്കും. പാപബന്ധനങ്ങളാകുന്ന കല്ലുകളെ നീക്കിയാൽ ആത്മാവ് പുനർജീവിക്കും. ഇന്ന് ബാഹ്യമായി നോക്കുമ്പോൾ ആരിലും ഒരു കുറവും പറയാനില്ല. പള്ളിയിൽ പോകുന്നു, ആരാധനകളിൽ പങ്കെടുക്കുന്നു, വചനം പറയുന്നു, പഠിപ്പിക്കുന്നു, പഠിക്കുന്നു, സകലരുടെയും മുന്നിൽ മാന്യതയുണ്ട്, ബാഹ്യമായ സകല പ്രവൃത്തികളുമുണ്ട്. എന്നാൽ ആത്മാവിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നാം പരിശോധിക്കുന്നില്ല. ജീവനുള്ളവൻ എന്ന നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത് വചനത്തിൽ പറയുന്നു. പാപങ്ങളും ബന്ധനങ്ങളും ഹൃദയത്തെ മൂടുമ്പോൾ നാം മരിച്ച അവസ്ഥയിലാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്ന് വചനം പ്രഘോഷിക്കുന്നു. അതിനാൽ പാപക്കല്ലുകളെ നീക്കുവീൻ. യേശു കല്ല് നീക്കുവീൻ എന്ന് പറഞ്ഞു. യേശു ലാസറിനെ പേർ ചൊല്ലി വിളിച്ച് വീണ്ടും പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. യേശു നമ്മെയും പേർ ചൊല്ലി വിളിക്കുന്നു. നമ്മുടെ പേരുകളെല്ലാം തൻ്റെ ഉള്ളം കയ്യിൽ യേശു രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാപം ചെയ്ത് മരത്തിൻ കീഴെ ഒളിച്ചാലും ഈ ഭൂവിൽ എവിടെ മറഞ്ഞാലും ആ കരുണാർദ്രമായ കണ്ണുകൾ നമ്മെ കാണുന്നു. നമ്മെ തേടി വന്ന് പേർ ചൊല്ലി വിളിച്ചു പറയുന്നു, പുറത്തു വരിക. ലാസർ കെട്ടപ്പെട്ടവനായി പുറത്തു വന്നു. യേശു ഇങ്ങനെ പറഞ്ഞു, അവൻ്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും അവൻ്റെ കെട്ടഴിപ്പിൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 44 വചനം. ഇന്ന് നാശകരമായ അവസ്ഥയിൽ പാപത്തിൽ പലരും കെട്ടപ്പെട്ടിരിക്കുന്നു. യേശു പറയുന്നു, കെട്ടുകൾ അഴിപ്പീൻ. പാപബന്ധനമാകുന്ന കെട്ടുകളാൽ മുറുകപ്പെട്ടാൽ ആത്മാവ് വീണ്ടും മരിച്ച അവസ്ഥയിലാകും. ലാസറിൻ്റെ കെട്ടുകൾ അഴിച്ചപ്പോൾ ലാസർ യേശുവിനോടൊപ്പം നടന്നു. ഇന്ന് ഹൃദയം ആരും കാണാതെ പല ബന്ധനങ്ങളിൽ കുരുങ്ങിക്കിടക്കുകയാണ്. പ്രവൃത്തികളിൽ പാപമില്ലായിരിക്കാം, എന്നാൽ ചിന്തകളിലും വിചാരങ്ങളിലും പാപമുണ്ടാകാം. കോപവും വാശിയും ഭിന്നതയും പകയും എല്ലാം പാപക്കല്ലുകളാണ്. ഈ കല്ലുകൾ നീക്കിയില്ലെങ്കിൽ നാം മരിച്ചവരാണ്. കല്ലറയ്ക്ക് പുറത്ത് ദുർഗന്ധമില്ല, എന്നാൽ അകത്ത് ദുർഗന്ധമാണ്. യെശയ്യാപ്രവാചകൻ പറയുന്നു, തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ഉം 6-ഉം വചനങ്ങൾ. കണ്ണുകളിൽ പാപമുണ്ടോ? സംസാരത്തിൽ പാപമുണ്ടോ? ചെവിയിൽ പാപമുണ്ടോ? അരുതാത്തത് കാണുകയും കേൾക്കുകയും പറയുകയും ചെയ്യുന്നുണ്ടോ? തലയൂരി പോരുവാൻ സാധിക്കാത്ത രഹസ്യ ബന്ധങ്ങളുണ്ടോ? മദ്യവും മയക്കുമരുന്നുമുണ്ടോ? രഹസ്യമായ ചിന്തകളിൽ പാപം കടന്ന് കൂടിയിട്ടുണ്ടോ? മറ്റുള്ളവരോട് ക്ഷമിക്കുവാനാവാതെ നീരസത്തിലും പകയിലും കഴിയുകയാണോ? യേശു പറയുന്നു, കല്ല് നീക്കുവീൻ, പുറത്തു വരുവീൻ, കെട്ടുകൾ അഴിപ്പീൻ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ നമ്മുടെ ജീവിതയാത്രയിൽ ഏതെങ്കിലും പാപങ്ങളാൽ നമ്മുടെ ജീവിതം നിർജീവമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. യേശുവിനെ കാണണമെങ്കിൽ കല്ലുകൾ നീക്കി പുറത്തു വരണം. ഹൃദയത്തിലെ പാപക്കെട്ടുകളെ അഴിക്കാത്തിടത്തോളം കാലം നമുക്ക് യേശുവിനെ കാണുവാൻ കഴിയുകയില്ല. അപ്പോൾ എന്തെന്നില്ലാത്ത സമാധാനത്താൽ നമ്മുടെ ഹൃദയം നിറയും.
അവൻ ദാവീദിനെ പോലെ പറയും, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. 40-ാം സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com